അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയനായി മാറ്റണേ. ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. ഈശോയെക്കുറിച്ച്, ഈശോയുടെ വചനങ്ങളെക്കുറിച്ച്, ഈശോയുടെ എൻ്റെയും നമ്മുടെയും ഒക്കെ അമ്മയായിട്ടുള്ള പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവാത്സല്യത്തെക്കുറിച്ച് കേൾക്കാൻ, അറിയാൻ, മനസ്സിൽ ആക്കാൻ, ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ പകർത്താൻ, അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം ഞാൻ ദിവസവും ചെല്ലുന്ന ഒരാളാണ്, മറ്റ് പല പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ. അതിനകത്തൊരു എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വചനമുണ്ട്: വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. വിശപ്പുണ്ടെങ്കിൽ വിഭവങ്ങൾ കിട്ടുള്ളൂ, വിശപ്പില്ലാതെ കിട്ടില്ല. ദാഹമില്ലെങ്കിൽ വെള്ളം കുടിക്കാൻ സാധിക്കില്ല. അപ്പം അമ്മ സ്തോത്രഗീതമായിട്ട് പാടിയത് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി എന്നുള്ളതാണ്. നമുക്ക് അപ്രകാരം ഒരു ആത്മീയ വിശപ്പോട് കൂടി ഇരിക്കാം. എൻ്റെ ഈശോയെ, ഞങ്ങളാരും പരിശുദ്ധ അമ്മയെപ്പോലെ അത്രമാത്രം ആത്മീയമായിട്ട് ഉയർന്നവരല്ല. ശാരീരികമായിട്ടുള്ള ബലഹീനതകളും പല വിധത്തിലുള്ള അസ്വസ്ഥതകളും അസുഖങ്ങളും ഒക്കെ ഉള്ളവരാണ്. എന്നിരുന്നാൽ തന്നെയും അമ്മ ഇവിടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വിശപ്പ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ആ വിശപ്പ് അമ്മ തന്നു. ഇനി വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കുക എന്നുള്ളത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അമ്മ ആ ഉത്തരവാദിത്തം നിറവേറ്റും. കാരണം എവിടെ കുറവുണ്ടോ ആ കുറവിനെ നിറവാക്കുന്നത്, അതിന് മധ്യസ്ഥം വഹിക്കുന്നത് അമ്മയാണ്. അമ്മ ചെയ്യുന്നത് എന്താ? അമ്മ ചെയ്യുന്നത് പോയിട്ട് ഇവിടെ ഒരു കുറവുണ്ട്, മോനെ ആ കുറവ് നികത്തി കൊടുക്കണം. മോനെ അവിടെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചു കൊടുക്കണം. മോനെ അവിടെ ഒരു അസ്വസ്ഥതയുണ്ട്, അതൊന്ന് സ്വസ്ഥമാക്കി കൊടുക്കണം. മോനെ അവിടെ ഒരു പോരായ്മയുണ്ട്, ആ പോരായ്മ ഒന്ന് നികത്തി കൊടുക്കണം. അമ്മയുടെ നിരന്തരമായ ജോലി അതാ. അപ്പം അമ്മ കൂടെയുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ പഠിക്കുന്ന പാഠങ്ങൾ ചിലത് ഒന്നിതാണ്. ഒന്നിനും കുറവ് വരില്ല. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒന്നിനും ഒരു കുറവുണ്ടാവരുന്നുള്ളതാണ്. എല്ലാത്തിനും നമുക്കൊരു പൂർണ്ണത ഉണ്ടാവണം, ഒരു നിറവുണ്ടാവണം, എല്ലാം പൂർണ്ണമായിരിക്കണം. അപ്പം എല്ലാം പൂർണ്ണമായിരിക്കാൻ നമുക്ക് വേണ്ടി കൂടെ നിന്ന് കുറവുകൾ കണ്ട് മനസ്സിലാക്കി നിറവുകളാക്കി മാറ്റിക്കാൻ കഴിവുള്ള മാധ്യസ്ഥ ശക്തിയുള്ള ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സുഖമാണ്. അപ്പം പരീക്ഷയ്ക്ക് പോകുമ്പോഴാണെങ്കിലും, അടുക്കളയിൽ കയറുമ്പോഴാണെങ്കിലും, നമ്മുടെ ജീവിതത്തിലെ വ്യാപാരങ്ങളുടെ മേഖലയിലാണെങ്കിലും, പ്രാർത്ഥിക്കാൻ വരുന്നിരിക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് പരിശുദ്ധ അമ്മയോട് പറയാം: അമ്മേ, എനിക്ക് ഒരു കുറവും വരാതെ അമ്മ നോക്കിക്കൊള്ളുന്നു. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അമ്മ അത് പറഞ്ഞ്, ഈശോയോട് പറഞ്ഞ് എന്നെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തയാക്കി ഇവിടുന്ന് പറഞ്ഞു വിടാവുള്ളൂ. ആ ഒരു ആത്മീയ ദാഹം നമുക്കുണ്ടാവട്ടെ. നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവുമെന്ന്. നമുക്ക് ആർക്കും യാതൊരു ഉറപ്പുമില്ല അടുത്ത മണിക്കൂറിൽ നമ്മൾ ഉണ്ടാവുമെന്ന്. നമുക്ക് ആർക്കും യാതൊരു ഉറപ്പില്ല നാളെ നമ്മൾ ഉണ്ടാവില്ല എന്നുള്ളവരും. ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്നവരായിരിക്കും നമ്മുടെ അന്തിമ യാത്ര ഇപ്പം നാളെ വരാൻ പോണവർ. യാതൊരു ഉറപ്പുമില്ല. ദൈവം തന്ന ഒരു ജീവിതം, ദൈവം നമുക്കൊരു ജീവിതം തന്നു, ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. അപ്പം എനിക്ക് ഒരാളൊരു സമ്മാനം തന്നാൽ ഞാൻ സ്വാഭാവികമായിട്ട് എന്താ പറയുക? ഞാൻ പറയുന്നത് താങ്ക് യു എന്ന് പറയും. ഏത് മനുഷ്യനും പറയും. ഇപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലാത്ത മനുഷ്യനോട് എന്ത് സമ്മാനം കിട്ടിയാലും താങ്ക് യു കിട്ടും. ഈ താങ്ക് യുവിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, ഒരു താങ്ക് യു പറയും. അപ്പം എനിക്ക് ജീവിതം തന്ന ഈ ദൈവത്തോട് എന്ത് നന്ദിയാണ് ഞാൻ പറയുന്നത്. എന്നെ ഇവിടെ ജനിക്കാൻ അനുവദിച്ചു. ഞാൻ ആഗ്രഹിച്ചിട്ട് ജനിച്ചിട്ടാണോ? ഞാൻ ആഗ്രഹിച്ചിട്ട് ജനിച്ചതല്ല. എൻ്റെ അവകാശത്തോടെ ജനിച്ചതാണോ? ഞാൻ അവകാശത്തോടെ ജനിച്ചതല്ല.
ഞാനിവിടെ ജീവിക്കുന്നു. എന്തർഹതയാലാണ് ജീവിക്കുന്നത്? ദൈവം അനുവദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന മൈക്ക് ഇപ്പം കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഓഫാവും. ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ കറണ്ടിനോട് കണക്റ്റഡ് ആയിരിക്കുന്ന സമയം മാത്രമേ എൻ്റെ ജീവിതമുള്ളൂ. കറണ്ട് പോയാൽ സ്വിച്ച് ഓഫായി, തീർന്നു. അപ്പം സ്വിച്ച് ഇട്ടവൻ സ്വിച്ച് ഓഫ് ചെയ്താൽ പോയി. സ്വിച്ച് ഇട്ടവൻ സ്വിച്ച് ഓഫ് ചെയ്യും, ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. ജനനം അനിശ്ചിതവും മരണം നിശ്ചിതവുമാണ്, യാതൊരു സംശയം വേണ്ട. ഞാനും നിങ്ങളും മരിക്കും. എന്തെങ്കിലും ഒരു വലിയ യാഥാർത്ഥ്യം ഈ ലോകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കും എന്നുള്ളതാണ്. എപ്പോൾ മരിക്കും എന്നുള്ളത് അനിശ്ചിതമാണ്, മരിക്കും എന്നുള്ളത് നിശ്ചിതമാണ്. മരിച്ചിട്ടെന്താ? മരിച്ചിട്ട് എങ്ങോട്ടാ നമ്മൾ പോകണം? മരിച്ചിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകണം. സ്വർഗത്തിൽ പോകണ്ടേ? സ്വർഗത്തിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹവും ഒരു താല്പര്യവും എവിടെയൊക്കെയോ ഒരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരു മിനിമം എങ്കിലും ഒരു വിശ്വാസത്തിലും ഒരു അടുപ്പത്തിലൊക്കെ ജീവിക്കുന്നത്. വലിയ ആളുകൾ പലപ്പോഴും പറയും അധികം അടുക്കാനും പോകണ്ട, എന്നാൽ അകലവും വേണ്ട, ഒരു മിനിമത്തിൽ നിന്നാൽ മതി. അപ്പം കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഒരു മിനിമം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആത്മീയ മേഖലയിൽ ഇല്ല. പൂർണ്ണമായിട്ടുള്ള വിട്ടുകൊടുക്കുകയുള്ളൂ. കാരണം കർത്താവ് എന്താ നമ്മുടെ പരിശോധിക്കുന്നത്? കർത്താവ് പരിശോധിക്കുന്ന ഹൃദയമാണ്. എൻ്റെ ഹൃദയത്തിൽ എന്ത് ഉണ്ട് എന്നുള്ളത് കർത്താവിനറിയാം. എൻ്റെ മനസ്സിലിരിപ്പും അറിയാം, എൻ്റെ കയ്യിലിരിപ്പും അറിയാം. എൻ്റെ കയ്യിലിരിപ്പ് കർത്താവിന് അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിപ്പും എൻ്റെ മനസ്സിലിരിപ്പും കർത്താവിന് യോജിച്ചതല്ല എന്നുണ്ടെങ്കിൽ കർത്താവിന് എന്നിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. മാതാവ് എപ്പോഴാണ് ഉണ്ണീശോയെ ഗർഭം ധരിച്ച്? മാലാഖ വന്ന് പറയുമ്പോൾ മാതാവ് എന്ത് ചെയ്യായിരുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവിന് മാലാഖ വന്ന് വിളിച്ചിട്ട് എന്താ ചോദിച്ചേ? സമ്മതമാണെന്ന് വെച്ചാൽ എന്തിനാ സമ്മതമാണെന്ന് ചോദിച്ചേ? നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും പിന്നെ അപ്പനോടോ അമ്മയോടോ കുഞ്ഞിനെ തെറ്റ സമ്മതമാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മളെല്ലാവരും മാതാപിതാക്കന്മാരെ എവിടെ ഇരിക്കുന്നത്, സാധ്യതയില്ല. ഉണ്ടെങ്കിൽ നല്ല കാര്യം കേട്ടോ. എന്നാലും ഈശോയുടെ അപ്പൻ, നമ്മുടെ പിതാവായ ദൈവം മാലാഖയെ അയച്ച് ഈ ആളോട് ഒരു സമ്മതം ചോദിച്ചു. ഈ സമ്മതം ചോദിക്കാനുള്ള കാരണം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ കൊടുത്ത വലിയൊരു അടയാളമാണ്, വലിയൊരു ഘടകമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. 4 ഘടകങ്ങളാണ് ഉള്ളത് ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നുള്ളതിന്. ഒന്ന്, ദൈവത്തെ അനന്തമായി സ്നേഹിക്കാനുള്ള ഹൃദയം. ഒത്തിരി ദമ്പതിമാരിവിടെ ഇരിപ്പുണ്ട്. എന്തുമാത്രം സ്നേഹിച്ചാലും ഒരു പരിധിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു മടുപ്പ് വരും. മനുഷ്യ സ്നേഹത്തിനൊരു മടുപ്പുണ്ട്. അപ്പനെ മക്കളെ സ്നേഹിച്ചാലും, മക്കള് അപ്പനെ സ്നേഹിച്ചാലും, കൂട്ടുകാർ തമ്മിൽ സ്നേഹിച്ചാലും, ഇവിടെ കമിതാക്കൾ തമ്മിൽ സ്നേഹിച്ചാലും ഒരു പരിധി കഴിയുമ്പോൾ മടുത്തു പോകും. അത് മനുഷ്യ സഹജമാണ്. മടുത്തില്ലെങ്കിൽ അവൻ മനുഷ്യനല്ല, മാലാഖയാണ്. മാലാഖയ്ക്ക് അത്തരത്തിലുള്ള മനുഷ്യ സ്നേഹം ഇല്ലതാനും. അപ്പം മനുഷ്യ സ്നേഹത്തിന് ഒരു പരിധി കൂടുതൽ സാധിക്കില്ല. എത്ര ഗാഢമായ സ്നേഹബന്ധത്തിലുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു മടുപ്പ് വരും. ദൈവത്തെ സ്നേഹിക്കാൻ ആ മടുപ്പ് ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവത്തെ എത്ര മാത്രം സ്നേഹിച്ചാലും ആ സ്നേഹത്തിന് ഒരു പരിധിയും ഒരു പരിമിതിയും ഇല്ലാത്തോണം ദൈവത്തെ സ്നേഹിക്കാൻ അത്ര വലിയ ഒരു ഹൃദയം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തേത് ദൈവത്തെ അറിയാനുള്ള ജ്ഞാനം. ദൈവത്തെ നമുക്ക് അറിയാനായിട്ട് വലിയൊരു ജ്ഞാനം. എത്രമാത്രം ദൈവത്തെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചാലും, തിയോളജി പഠിച്ച അച്ഛന്മാർ തുടങ്ങി, തിയോളജി പഠിച്ച സിസ്റ്റർമാർ തുടങ്ങി, ഡോക്ടറേറ്റ് ഉള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ദൈവത്തെ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല. ഇനി അറിയാനായിട്ടുള്ള ജ്ഞാനം ദൈവം നമ്മിൽ ഓരോരുത്തരിലും നിക്ഷേപിച്ചിട്ടുണ്ട്, ദൈവത്തെ അറിയാനായിട്ടുള്ള ജ്ഞാനം. മൂന്നാമത്തേതാണ് ഒന്ന്, നിത്യത്വം. ദൈവം നമുക്ക് തന്നിട്ടുള്ളത് നിത്യതയിലേക്കാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. നിത്യതയിലേക്ക് നമ്മെ സൃഷ്ടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വിട്ടു. എന്നിട്ട് നമ്മോട് തീരുമാനിച്ചോളാൻ പറഞ്ഞു, നിത്യത നിനക്ക് വേണമോ വേണ്ടയോ എന്ന്. അതെൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം എനിക്ക് തരാൻ കാരണം എന്താ? ദൈവം, ഞാൻ സ്വർഗത്തിൽ പോകുന്ന ഈശോ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ നരകത്തിൽ പോകുന്ന തീരുമാനിച്ചിട്ടാണ് ജനനസമയത്ത്. കുര്യൻ ആയിരിക്കട്ടെ, ശുദ്ധീകരണ സ്ഥലത്തിനെല്ലാം കിടക്കട്ടെ, തോമസ് സ്വർഗത്തിലേക്ക്, മേരി നരകത്തിലേക്ക്.
അങ്ങനെ ഓരോരുത്തരും ഇവിടെ ആരെങ്കിലും മേരിയിൽ മുന്നേ ക്ഷമിച്ചാൽ കേട്ടോ, ആരെങ്കിലും ഈ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ ദൈവത്തിന്? ദൈവം നമ്മെ ഓരോരുത്തരും സൃഷ്ടിച്ചപ്പോൾ നമ്മൾ എന്തായിത്തീരുന്നും എവിടെ എത്തും എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടോ? ഇപ്പം ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ ആരായിത്തീരും എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ അന്ത്യം എന്താണ് എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ദൈവത്തിന് ആ നിശ്ചയമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഇവിടെ വന്നിരിക്കണം? ഞാൻ ഇവിടെ വന്നിരുന്നില്ലേലും, ഖുർആനിക്ക് പോയില്ലേലും, കൊന്തയില്ലേലും, പുണ്യപ്രവർത്തികൾ ചെയ്തില്ലേലും, ദുഷ്ടനായി ജീവിച്ചാലും, കള്ളുപിടിച്ച് നടന്നാലും, എന്ത് ചെയ്താലും, എന്താണേലും ഞാൻ ദൈവം നിശ്ചയിച്ചിടത്തേ ചെല്ലുള്ളൂ. ആണോ? പിന്നെ എങ്ങനെയാ? ദൈവം സർവജ്ഞാനിയല്ലേ? അല്ല, എല്ലാം അറിയുന്നവനല്ലേ ദൈവം? ദൈവം നിശ്ചയിച്ചിട്ടില്ല, പിന്നെ ഞാൻ എന്തായിത്തീരുന്നു? എൻ്റെ അന്ത്യം എന്താണെന്ന് ദൈവം നിശ്ചയിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ എങ്ങനെ ഒത്തുപോകണം? ദൈവം നമുക്ക് തന്ന പ്രധാനപ്പെട്ട നിത്യത്വം കഴിഞ്ഞിട്ട് നാലാമത്തെ ഘടകം, ഈ നാലാമത്തെ ഘടകം ഞാൻ ആദ്യമേ പറയാറുണ്ട്, സ്വാതന്ത്ര്യം തന്നു. നമുക്ക് തന്നത് സ്വാതന്ത്ര്യമാണ്. എന്താ സ്വാതന്ത്ര്യം? നമുക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യമാണ് മാതാവിനോട് ചോദിച്ചത്. കാരണം സ്വാതന്ത്ര്യമില്ലാത്ത ആർക്കാ? ഭാര്യയ്ക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ട് ഭർത്താവിൻ്റെ അടുത്ത്? മിനിമം ഉള്ളു അല്ലേ? സ്വാതന്ത്ര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആരാ? അടിമയാണ്. അടിമയ്ക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. ദൈവം നമ്മെ അടിമയാക്കിയിട്ടുണ്ടോ? നമ്മൾ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണോ നമ്മളും ദൈവമായിട്ടുള്ളത്? ആണോ? അല്ല. എന്ത് ബന്ധം നമുക്കുള്ളത്? മക്കളാണ്. മക്കൾ നമ്മുടെ അടിമകളാണോ? ആണോ? അല്ല. മക്കൾ നമ്മുടെ അടിമകളല്ല. അപ്പൊ ദൈവം നമ്മെ അടിമയാക്കാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് നീ എന്തായി തീരണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ തന്നു. നിന്റെ വിധി നീ നിശ്ചയിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വിധി ഞാൻ നിശ്ചയിക്കുന്നതാണ്. അത് എന്താ നിശ്ചയം? ഞാൻ നടത്തുന്ന തിരഞ്ഞെടുപ്പ് അനുസരിച്ചാണ്. എൻ്റെ മുമ്പിൽ രണ്ട് വഴിയും വെച്ച് തരും. ഏത് ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും എൻ്റെ അന്ത്യവിധി, എൻ്റെ വിധി. മൈ ഡെസ്റ്റിനി ഈസ് വാട്ട് ഐ ഡിസൈഡ്. ഇറ്റ് ഈസ് നെവർ ഡിസൈഡഡ് ബൈ ഗോഡ് ബിഫോർ മൈ ഡെത്ത്. എൻ്റെ മരണത്തിന് മുമ്പ് ദൈവം എൻ്റെ വിധി നിശ്ചയിച്ചിട്ടില്ല. കാരണം ആ വിധി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം എനിക്ക് തന്നിട്ടാണ് എന്നെ സൃഷ്ടിച്ചത്. കാരണം ദൈവം എന്നെ അടിമയായിട്ടല്ല, മകനായിട്ട് സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്ന് ദൈവം എന്നെ സൃഷ്ടിച്ചു. അപ്പോൾ എൻ്റെ ചെയ്തികളാണ് എന്നെ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ മാറ്റുന്നത്. ഇതാണ് എൻ്റെ പരമമായ ഒരു സത്യം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞിരുന്നാലേ നമുക്ക് നന്മയുടെ വഴിയെ പോകാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. എന്ത് ചെയ്താലും വേണ്ടില്ല എന്നുള്ളതിൽ നടന്നാൽ എത്തില്ല. അങ്ങനെ എന്ത് ചെയ്താലും പോകുന്നവർക്ക് കിട്ടുന്നതല്ല സ്വർഗം. ഞാൻ എൻ്റെ സ്വർഗമോ എൻ്റെ നരകമോ ഞാൻ നിശ്ചയിക്കുന്നതാണ്. അത് ഞാൻ എൻ്റെ ദൈവത്തിനെ വേദനിപ്പിക്കാത്ത തീരുമാനങ്ങളും എൻ്റെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന തീരുമാനങ്ങളും ഞാൻ എടുക്കുമ്പോൾ അത് എൻ്റെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഞാൻ എടുക്കുന്ന നിലപാടുകളാണ്. എൻ്റെ വിധി ഞാൻ അവിടെ നിശ്ചയിക്കുകയാണ്. എവിടെ ഞാൻ ദൈവത്തെ തള്ളി പറയുന്നുവോ അവിടെ എൻ്റെ വിധി ഞാൻ നരകത്തിലേക്ക് ഞാൻ നിശ്ചയിക്കുകയാണ്. ഈ ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. ഇവിടെ എന്നെ തള്ളിപ്പറയുന്നവന് ഞാനും തള്ളിപ്പറയും. അങ്ങനെ തള്ളി പറയുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ ഗൗസമ്മൽ ഈശോ എന്താ പറഞ്ഞു? ഞാൻ നിങ്ങളെ അറിയില്ല. അപ്പം നമ്മളെന്താ പറഞ്ഞു? എന്തുകൊണ്ടാ ഈശോ അങ്ങനെ പറഞ്ഞു? ഞാൻ ഗൗസമ്മൽ എത്ര ധ്യാനം കൂട്ടിയിട്ടുള്ളതാ, ഞാൻ എന്തോരം ധ്യാന കേന്ദ്രങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാ. എൻ്റെ പേരെന്താണെന്ന് ഈശോയ്ക്ക് അറിയാമല്ലോ, ഒരു വിശുദ്ധൻ്റെ പേരാണ്. എന്നിട്ട് എങ്ങനെയാണ് ഈശോ എന്നെ അറിയില്ല എന്ന് പറയുന്നത്? ഈശോയുടെ മറുപടി എന്തായിരുന്നു ആ മറുപടി? അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നാകുന്നു പോകുന്നതാണ്. എന്താണ് അനീതി? നീതി എന്താ? നീതി എന്താന്ന് പറഞ്ഞാൽ അനീതി എന്താന്ന് അറിയാൻ പറ്റുള്ളൂ. അർഹതപ്പെട്ടത് ലഭിക്കുന്നതാണ് നീതി, അർഹതപ്പെട്ടത് ലഭിക്കാത്തതാണ് അനീതി. എന്താണ് അർഹതപ്പെട്ടത്? നമുക്കൊരു കൊച്ചു ഉപമ എടുക്കാം. ഇത് വളരെ ലളിതമാണ്. ഇത് പഠിച്ചാലും
ജീവിക്കാൻ വളരെ സുഖമാണ്. പഠിച്ചില്ലെങ്കിൽ ജീവിക്കാൻ ഭയങ്കര സ്ട്രെയിനാണ്. പള്ളിപ്പാൻ ഭയങ്കര സ്ട്രെയിൻ. നമ്മുടെയൊക്കെ ധാരണ ഇങ്ങനെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ ഭയങ്കര പാടാന്നാണ്. ഒരു പാടുമില്ല. ഏറ്റവും സുന്ദരവും ഏറ്റവും ലളിതവും ഏറ്റവും അനായാസകരവുമായൊരു ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. കാരണം ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു സ്ട്രെയിൻ വേണ്ട. നമ്മളൊന്നും നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ എന്തോരം നടക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക, ഈശോയുടെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പം. കാരണം എന്താ? ഈശോ നമുക്ക് ആരാണ്? നല്ലൊരു സുഹൃത്ത്. ഈശോ നമുക്ക് നല്ലൊരു അമ്മയെ തന്നു. ഈശോ നമുക്ക് ഒരു കാവൽമാലാകെ തന്നു. ഈശോ നമുക്കൊരു മധ്യസ്ഥനായിട്ട് വിശുദ്ധനെ തന്നു, പേരിട്ട് തന്നു. ഈശോ നമുക്ക് ഒട്ടേറെ വിശുദ്ധന്മാരെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ മുമ്പേ പറക്കുന്ന പക്ഷികളായിട്ട് പറഞ്ഞു വിട്ട് തന്നു. അപ്പോൾ അവരെയൊക്കെ നോക്കി, അവരെയൊക്കെ അനുസരിച്ച്, അവരെയൊക്കെ കണ്ടുപിടിച്ച്, അവരുടെയൊക്കെ പിന്നാലെ. എൻ്റെ അപ്പനും അമ്മയും നല്ലതാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വേറെ ഏതെങ്കിലും മാതൃക അന്വേഷിച്ച് പോകണോ? ഇല്ല. ഞാൻ മാതാപിതാക്കന്മാരോട് പറഞ്ഞ ഏറ്റവും വലിയ ചലഞ്ചാണ്, ഒരു ദിവസമെങ്കിലും സ്വന്തം മക്കളോട്, മക്കളെ നിങ്ങൾ ഞങ്ങളെ കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയാനുള്ളൊരു ചങ്കുറ്റം എത്ര അപ്പനും അമ്മയ്ക്കും ഉണ്ടാവും. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യണേ? എടാ നീ അവനവിടെ, നീ അവളെ കണ്ടോ, അവനെ കണ്ടോ, അത് കണ്ടോ, ഇത് കണ്ടോ, അവരൊക്കെ കണ്ടുപഠിക്കണം എന്ന് പറയും. അപ്പം ഒരു കൊച്ചു ഒരു ദിവസം ചോദിച്ചാൽ, എൻ്റെ അപ്പ ഇതൊക്കെ നിർത്തിയിട്ട് ഒരു ദിവസം അപ്പനെ കണ്ടുപിടിച്ചാൽ എന്ന് പറയാം. ഒരു ദിവസം പറഞ്ഞാൽ മതി. അപ്പനെ ആർക്കറിയാം? മോനറിയാം. മോനെ അപ്പനാരാന്ന് അപ്പനും അറിയാം, മോനാരാന്ന് മോനും അറിയാം, അപ്പനാരാന്ന് മോനും അറിയാം. ഇതാണ് പ്രശ്നം. അപ്പം അത് പറയാനുള്ള ചങ്കുറ്റം അപ്പനില്ല, അമ്മയ്ക്കും ഇല്ല കേട്ടോ. അപ്പോൾ അപ്പനും അമ്മയും കൂടി ഒരു ദിവസം ഞങ്ങളെ കണ്ടുപിടിക്കുന്ന മക്കളോടൊന്ന് പറയാമോ? അവർ നല്ല വിശുദ്ധരാകും. മക്കൾ നല്ലവരായ പോരാ, വിശുദ്ധരാവണം. കാരണം ദൈവം നമുക്ക് മക്കളെ തന്നത് അവരെ നല്ലവരായ വിശുദ്ധരായ മക്കളാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ച നിധിയാണ് ആ മക്കൾ. ആ മക്കളെ വിശുദ്ധരായി തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ കണക്ക് കൊടുക്കേണ്ടത്. അപ്പം എന്നോട് പറയും, അനീതി പ്രവർത്തിച്ച കുര്യ, നിന്റെ മക്കളെ നീ വിശുദ്ധരാക്കി വളർത്തിയില്ല, നീ പ്രവർത്തിച്ച് അനീതിയാണ്. കാരണം അവർക്ക് അർഹതപ്പെട്ട വിശുദ്ധി നീ അവർക്ക് നൽകിയില്ല, ആ മാതൃകയും നീ നൽകിയില്ല. നീ കുറെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, കുറെ ഉപദേശിച്ചുകൊണ്ടിരുന്നു, കേട്ടോളാൻ പറഞ്ഞു. ഉപദേശം എവിടെയെങ്കിലും കേൾക്കുമോ? മക്കൾക്ക് ഉപദേശം കേൾക്കുമോ? പറയാനുള്ളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറയും അല്ലേ? പറയാനുള്ളൊക്കെ പറഞ്ഞാൽ തലണെങ്കിൽ രണ്ട് നെല്ലും തെല്ലിക്കും, എനിക്കത് കഴിഞ്ഞ് കിടന്നുറങ്ങണം. ഇതാ മക്കളുടെ ഇപ്പോഴത്തെ സ്ഥിതി. മക്കളിരിപ്പുണ്ടെങ്കിൽ അവർ ശരിയാന്ന് പറയും അല്ലേ? ഉപദേശമൊന്നും ആർക്കും കേൾക്കില്ല. അറിവ് പറഞ്ഞു കൊടുത്തിട്ടൊരു കാര്യമില്ല, അനുഭവം പകർന്നു കൊടുത്താൽ അത് കേൾക്കും, അതവിടെ നിൽക്കും. എന്തുകൊണ്ടും നമ്മുടെ മക്കൾ എന്താ വഴി തെറ്റുക? മക്കൾ വഴി തെറ്റിപ്പോയി. എന്താ ഈ വഴി അറിയാമെങ്കിലല്ലേ വഴി തെറ്റിയെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കാണുന്നത് ഏതും വഴിയാണ്. ഇതും വഴി, അതും വഴി, അപ്പുറത്തെയും വഴി, ഇപ്പുറത്തെയും വഴി, എല്ലാം വഴിയാണ്. ആണോ? വഴിതെറ്റിയ മക്കളെ കുറിച്ച് വല്ല വഴിതെറ്റിയ മക്കള് കുരുത്തം കെട്ട മക്കളാണോ? അത് ഗുരുത്തം കെട്ട മക്കളാണ്. ഗുരുത്തം കെട്ട മക്കള്. കാരണം ഗുരുവിൽ നിന്നും കിട്ടാത്തതുകൊണ്ട് ഗുരുത്തം കിട്ടാതെ പോയതാണ്. കുരുത്തമല്ല, അത് പറഞ്ഞു നമ്മൾ കുരുത്തോല പോലെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഗുരുത്തം കെട്ടുപോയ മക്കളെ. കാരണം ഗുരുമുഖത്ത് നിന്ന് കിട്ടിയില്ല. ആദ്യ ഗുരു അപ്പനും അമ്മയുമാണ്, മാതാവും പിതാവുമാകുന്ന ഗുരു. ആ ഗുരുമുഖത്ത് നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് അവരെന്തു പറ്റി? വഴിതെറ്റിപ്പോയി. എന്താ വഴി? ഏതാ വഴി? വഴിതെറ്റിപ്പോയി. ഏതാ വഴി? ഒന്നുമല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ കണ്ണീരെങ്കിലും ആ കൊച്ചൊന്ന് ഓർത്താൽ മതിയായിരുന്നു. എന്തിൻ്റെ കണ്ണീരാ? എന്തിൻ്റെ കണ്ണീര്? കൈവിട്ടു പോയല്ലോ എന്നുള്ള കണ്ണീരാ. കൈ വിടുന്നതിക്കുമ്പ് ഈ കണ്ണീര് മക്കൾ കണ്ടിട്ടുണ്ടോ? ഈ മക്കള് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ നിങ്ങളുടെ കണ്ണീരൊക്കെ അവർ കണ്ടിട്ടുണ്ടോ? വഴി തെറ്റുന്നതിന് മുമ്പായിട്ടൊരു കണ്ണീര് അവർ കണ്ടിരുന്നെങ്കിൽ അവർക്ക് വഴി തെറ്റില്ലായിരുന്നു. വഴി തെറ്റി കഴിഞ്ഞിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു നിലവിളിച്ച് പോയിട്ട് ആ കണ്ണീര് അവർ കാണില്ല. കാരണം അവർക്ക് കാണാൻ ആ കണ്ണില്ല. അവരുടെ കണ്ണ് അന്ധമായി പോയി. അവർക്ക് കണ്ണുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് വഴി തെറ്റില്ലായിരുന്നു. പൗലോസ്ലീഹ ഒരു മനോഹരമായിട്ടുള്ള ഒരു വചനം പറയുന്നുണ്ട്. വേര് പരിശുദ്ധമാണെങ്കിൽ ശാഖയും പരിശുദ്ധം. ആരാ ശാഖ? മക്കളാണ്. വേറാരാ? നമ്മളെ മാതാപിതാക്കന്മാരാ. അപ്പം ഈ ശാഖയ്ക്ക് എവിടെയെങ്കിലും ഒരു അശുദ്ധി, ഒരു വഴിതെറ്റൽ, ഒരു ഗുരുത്തക്കേട് കാണുമ്പോൾ എന്താ നോക്കണ്ടേ? വേരിൻ്റെ സ്ഥിതി എന്താണെന്ന് ആദ്യം നോക്കണം. വേര് പരിശുദ്ധമാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ, ആ വേരൊന്ന് ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ
ശാഖ ക്രമമായിക്കൊള്ളും. വേരിലെ അശുദ്ധിയാണ് ശാഖയിലേക്ക് പകർന്ന അശുദ്ധി. വേര് പരിശുദ്ധാക്കി. എൻ്റെ അടുത്ത് വന്ന് മക്കളെ കുറിച്ച് പറയുന്ന വിലപിക്കുന്ന ഒട്ടേറെ മാതാപിതാക്കന്മാരോട് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം സ്വന്തം വഴികൾ നേരെയാക്കുക. സ്വന്തം വഴികൾ നേരെയാക്കുക. കയ്യിലിരിപ്പൊന്ന് മാറ്റ്, മനസ്സിലിരിപ്പൊന്ന് മാറ്റി സ്വന്തം വഴികൾ നേരെയാക്കുക. അപ്പോൾ നിന്റെ വഴികൾ കർത്താവിന് പ്രീതികരമാവുമ്പോൾ ശത്രുക്കൾ പോലും നിന്റെ മിത്രങ്ങളാവും. ഇത് വചനമാണ്. നിന്റെ വഴികൾ കർത്താവിന് പ്രീതികരമാവുമ്പോൾ ശത്രുക്കൾ പോലും നിന്റെ മിത്രങ്ങളാവും. എന്തുകൊണ്ടാണ് ശത്രുക്കൾ ഉണ്ടാവുന്നത്? എൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമല്ലാതാവുമ്പോഴാണ്. എൻ്റെ വഴികൾ കർത്താവിൻ്റെ വഴികൾക്ക് യോജിച്ചതാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ശത്രുക്കൾ എനിക്ക് മിത്രങ്ങൾ. അപ്പൊ എനിക്ക് ശത്രുക്കളില്ല. അപ്പൊ ശത്രുക്കളുള്ളത് എപ്പോഴാണ്? എൻ്റെ വഴികൾ നേരെയല്ലാത്തപ്പോഴാണ്. നേരായ വഴിയിലൂടെ പോകുന്നവന് ശത്രുക്കളില്ല. സാറ് വലിയ തത്വം പറയാൻ നിങ്ങൾക്ക് തോന്നും. തത്വമൊന്നുമല്ല, എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളെ പറഞ്ഞു. ഞാൻ തത്വങ്ങൾ അധികം പറയാറില്ല, എനിക്ക് അനുഭവങ്ങളാണ് പറഞ്ഞത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്താത്തിടത്തോളം കാലം ഞാൻ ഒന്നിനെയും ഭയപ്പെടില്ല എന്നാണ്. അങ്ങനെ ഭയപ്പെടാതെ ഇത്രയും കാലം ജീവിച്ച കാരണം എൻ്റെ മനസാക്ഷി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്നോട് തെറ്റില്ല, ചെയ്തിട്ടില്ലാത്ത പരിശുദ്ധനൊന്നും അല്ലാണ്ട് തെറ്റൊക്കെ എത്രയോ തെറ്റുകൾ. പക്ഷെ എടുക്കുന്ന നിലപാടുകൾ ശരിയാണെന്നുള്ളത് ദൈവത്തിന് നമ്മൾ പറയില്ല. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യരുത്, പറയരുത്, ചെയ്യരുത്. ദൈവത്തിന് നിരക്കാത്തത് പറയാതിരിക്കുകയും ദൈവത്തിന് നിരക്കാത്തത് ചെയ്യാതിരിക്കുകയും ദൈവ മഹത്വത്തിന് ചേരുന്നത് ചെയ്യുകയും ചെയ്താൽ പിന്നെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. അപ്പൊ ശത്രുക്കൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം ദൈവത്തിന് നിരക്കാത്ത ചിന്തകളും ദൈവത്തിന് നിരക്കാത്ത ചെയ്തികളും ദൈവത്തിന് നിരക്കാത്ത കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും ഉള്ളിലിരിപ്പും ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മളോർത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇവിടെ അമ്മമാര് എത്രയോ ഇരിപ്പുണ്ട്. നമ്മുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിന് വളരാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കുഞ്ഞ് ജനിക്കുമോ? ജനിക്കില്ല. കാരണം അവിടെ കുഞ്ഞിന് ജന്മം എടുക്കാൻ പറ്റില്ല. കാരണം ആ ജന്മത്തെ തകർത്ത് കളഞ്ഞ എന്തോ ആ ഗർഭപാത്രത്തിലുണ്ട്. ദൈവം എൻ്റെ ഉള്ളിലിരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ അപ്രകാരം അശുദ്ധിയില്ലാത്ത വിശുദ്ധി കൊണ്ട് പൂർണ്ണമാണ്. ആരാ ദൈവത്തെ കാണുന്നവർ? ഹൃദയ വിശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ. കാരണം എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിനോട് വസിക്കാൻ പറ്റില്ല. നമ്മൾ പൊടിയുള്ളിടത്ത് കിടക്കുമോ? ചൊറിഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് വേണ്ടിട്ട് ഇവിടെ കിടക്കാൻ പറ്റണില്ല, അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. കിടക്കാൻ പറ്റില്ല. മാനുഷികമായിട്ട് നമുക്ക് ഒരു അപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ടുള്ള ഒരു കിടക്കയിലോ പുതപ്പിലോ ഇരിക്കാനോ നിൽക്കാനോ പറ്റില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വിശുദ്ധി തന്നെയായ വിശുദ്ധിയുടെ നിറകുടമായ എൻ്റെ ദൈവത്തിന് എൻ്റെ ഹൃദയത്തിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? വിശുദ്ധമായിരിക്കണം, ശുദ്ധമായിരിക്കണം. ഹൃദയം ശുദ്ധമാവുന്നത് കയ്യിലിരിപ്പ് നന്നാകുമ്പോഴാണ്, മനസ്സിലിരിപ്പ് ശുദ്ധമാകുമ്പോഴാണ്. ഞാൻ ആ സ്വാതന്ത്ര്യം പറഞ്ഞങ്ങ് പോയത്. അപ്പൊ ആ സ്വാതന്ത്ര്യമാണ് മാതാവിനോട് ചോദിച്ചത്, സമ്മതമാണോ? അങ്ങനെ മാതാവ് സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ച? പിന്നെ നമ്മുടെ കർത്താവിൻ്റെ മലാഖ എന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ സമ്മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ തരുന്ന എന്താ? മൂന്നാമത്തെ വചനം മാംസമായി. നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളിവിടെ കൂടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വചനം മാംസമായി എന്നിൽ ധരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്ന ഓരോ വചനവും, ഇവിടെ പറയുന്ന ഓരോ സന്ദേശവും എനിക്കുള്ളതാണ്. അതെൻ്റെ അങ്കിളിനുള്ളതല്ല, അയൽക്കുത്തേറിനുള്ളതല്ല. ഇത് അവൻ കേൾക്കേണ്ടതായിരുന്നു. ഇത് ആ ടോക്ക് അവളൊന്ന് കേൾക്കേണ്ടതായിരുന്നു, അവനൊന്ന് കേൾക്കേണ്ടത് ഒന്നുമല്ല. ദൈവം എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട്, ഞാൻ അറിയാൻ വേണ്ടിയിട്ട്, ഞാൻ മനസ്സിൽ ആക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്, ഞാൻ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് ദൈവം പറയിപ്പിക്കുന്നതാണ്. ഓരോ സംസാരവും ദൈവം ഓരോരുത്തരുടെ ഉള്ളതാണ്. ഈ കുര്യനെ ദൈവം ഇതിനു മുമ്പ് സൃഷ്ടിച്ചിട്ടില്ല, ഇനി സൃഷ്ടിക്കുകയുമില്ല. കുര്യന് ഒറ്റ ആളേ ഉള്ളൂ. കാരണം ദൈവത്തിന് ഒരു പകരക്കാരനില്ല. കുര്യന് ഇനി ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുകയില്ല. കാരണം അത്ര മാത്രം യുണീക്ക് ആണ്
ദൈവത്തിന് നമ്മൾ ഓരോരുത്തരോടുള്ള ബന്ധം. നിങ്ങളെപ്പോലെ ഇതേ ഛായ, ഇതേ പ്രകൃതം, ഇതേ സ്വഭാവം ഉള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എത്രയോ യാത്ര ചെയ്യുന്നവരേക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്ര സയാമീസ് ഇരട്ടെ എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം അവർ തമ്മിലെങ്കിലും ഉണ്ടാവും. അവർ തമ്മിലെങ്കിലും അവർക്കറിയാം എന്ത് വ്യത്യാസമുണ്ട്. കാരണം എന്താ? ദൈവം ഒരാളെ ഒരിക്കൽ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. അത് ദൈവത്തിന് ആ ആളോടുള്ള വ്യക്തിപരമായ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ വ്യക്തിപരമായ സ്നേഹം ആ വ്യക്തി തിരിച്ചെങ്ങനെയാ കൊടുക്കുന്നത്? എന്നെ മാത്രമായിട്ട് സൃഷ്ടിച്ച ദൈവമേ താങ്ക് യു, ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊന്നും മറക്കരുത്. എൻ്റെ ജന്മവും എൻ്റെ ജീവിതവും ദൈവം തന്നതാണ്. ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന താങ്ക് യു ആണ്. മൈ ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് ഹൗ ഐ ലിവ് ഇറ്റ് ഈസ് മൈ താങ്ക്സ് ഗിവിംഗ് ടു ഗോഡ്. എൻ്റെ ജീവിതം ദൈവം തന്നതാണ്. ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് എൻ്റെ ജീവിതവും ദൈവം തന്നതാണ്. ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന താങ്ക്സ് ഗിവിംഗ് ആണ്. ഒരു സമ്മാനം ദൈവം തന്നേണ്ട്, ഒരു മനുഷ്യൻ തന്നേണ്ട്. ഇപ്പോൾ ചേർത്ത് എനിക്കൊരു സമ്മാനം തരാണ്. ഞാൻ സിസ്റ്റർ ഇപ്പോൾ ജനറാളമ്മ എനിക്കൊരു ബൊക്കെ തന്നു. അങ്ങനെ പറഞ്ഞു കൊല്ലോ അറിയാണ്ട് മനുഷ്യൻ എന്താ പറയുന്നത്? താങ്ക് യു എന്ന് പറയും. ഒരു താങ്ക് യു. എന്ത് കിട്ടിയാലും നമ്മളൊരു താങ്ക് യു എന്ന് പറയും. അപ്പോൾ ദൈവം തരുന്ന സമ്മാനത്തിന് നമ്മളൊരു താങ്ക് യു പറയണ്ടേ? അത് നമ്മൾ വടക്കോട്ട് നോക്കിയിട്ട് തെക്ക് വശത്തിരിക്കുന്ന കർത്താവിൻ്റെ അടുത്തേക്ക് വടക്കോട്ട് നോക്കിയിട്ട് താങ്ക് യു എന്നാണോ പറയണം? അല്ല, അത് ഇരിക്കുന്ന കർത്താവിൻ്റെ അടുത്ത് തന്നെ നേരെ നോക്കിയിട്ട് ആ കർത്താവിനോട് പറയണം, ദൈവമേ നീ എനിക്ക് തരുന്ന ഓരോ നിമിഷത്തിനും, ഓരോ ചങ്കിടിപ്പിനും, ഓരോ ശ്വാസത്തിനും, ഓരോ ചലനത്തിനും, ഓരോ അനുഗ്രഹത്തിനും, ഓരോ അവസരത്തിനും താങ്ക് യു, നന്ദി പറയണം.